യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സൂര്യ, നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല ഭാവന. നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടവനാ. ഈ ദിവസങ്ങളെല്ലാം ഒരിക്കൽ നമ്മുടെ ഓർമ്മകളുടെ പാഠങ്ങളായിരിക്കും. ഇതുപോലെ നിന്നോടൊന്നും ഉരിയാടാനാവാതെ കഴിയേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും എന്റെ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല സൂര്യ. ഞാനും വിചാരിച്ചില്ല ഭാവന. എന്നും നിനക്കൊപ്പം ഒരു നിഴലായി കൂടെ വരാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒന്നാലോചിച്ച ഞാൻ ഭാഗ്യവാനാ. നഷ്ടപ്പെടലിന്റെ അവസാന നിമിഷത്തിലും ദൈവം നിന്നെ എനിക്ക് തിരികെ തന്നില്ലേ. ഇനി നിന്നെ ഞാൻ മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല ഭാവന. സൂര്യ, നീ വിട്ടാലും ഞാൻ പോവില്ല. നിന്നെ വിട്ടു പോവാൻ ഒരിക്കലും എനിക്കാവില്ല. മതി ഭാവന, ഇത് മാത്രം കേട്ടാ മതി എനിക്ക്. സൂര്യ, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാനൊന്ന് കിടന്നോട്ടെ? ശരി. നല്ല പോലെ ആഹാരം കഴിച്ച് ആരോഗ്യം വീണ്ടെടുത്ത് മരുന്നും കഴിച്ച് അസുഖവും മാറി എത്രയും വേഗം താൻ ഇവിടെ തുള്ളിച്ചാടി നടക്കുന്നത് എനിക്ക് കാണണം. ഒരു മിനിറ്റ്. ഹലോ, ഭാവനെ, 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 ഭാവന, കുടിക്കും. അപ്പൊ അമ്മയ്ക്ക് തന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. എന്താ സൂര്യ, സൂര്യൻ മാറി എങ്ങനെ ഉദിക്കോ? ഇതുവരെ കാണാൻ സാധിക്കാത്ത കാഴ്ചകളൊക്കെയാ കാണുന്നേ.
ഇതെന്തിന്റെ തുടക്കമാണാവോ? അമ്മ തനിക്ക് വെള്ളം എടുത്തു തന്നത് ശരിക്കും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കഴിക്കും. ആന്റി, ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. സംഭവിച്ചത് യാദൃശ്യമാണെങ്കിലും എന്തായാലും നന്നായി. സൂര്യ വരെ ഞെട്ടിപ്പോയി. എനിക്കെന്തോ അപ്പൊ അങ്ങനെ ചെയ്യാനാ തോന്നിയത്. അതോ ഇനി മരുമോളോട് സഹതാപം തോന്നിയതാണോ? ഒരിക്കലുമില്ല മോളെ. അതിനി ജയനിർമ്മല ഒരിക്കൽ കൂടി ജനിക്കണം. എന്നാ ഓക്കെ. ഇല്ലെങ്കിലേ എന്റെ കാര്യം ഗോവിന്ദ. ഈ ജയനിർമ്മലയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ മോളെ. അതെനിക്ക് അറിയില്ലേ ആന്റി, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എന്തായാലും സൂര്യക്ക് ആന്റിയോടുള്ള കാഴ്ചപ്പാടില് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വാ. ഭാവന, ഇന്ന് ഓഫീസിൽ സ്റ്റാഫ് മീറ്റിംഗാ. ഞാൻ ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട കേസാ. തന്നെയും കൂടി കൊണ്ടുപോയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. സൂര്യ പോയിട്ട് വാ സൂര്യ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഈശ്വര, ഞാൻ എങ്ങനെയാ എന്റെ മനസ്സിലുള്ളത് സൂര്യയോടൊന്ന് പറയേണ്ടത്? ശരി. ഓക്കെ. സൂര്യ, എടാ, നീ എങ്ങനെ ഓഫീസിലേക്ക് പോകുന്നേ? ഭാവനയുടെ ഒറ്റക്കാക്കിയിട്ട് പോകണ്ടേ? ഞാനും അതാച്ച ആലോചിക്കുന്നത്. ഭാവനയെ കൂടി കൊണ്ടുപോയാലോ? അതൊന്നും നല്ല ഐഡിയ ആണല്ലോ. അങ്കിൾ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഭാവനയെ ഞാൻ നോക്കിക്കോളാം. സൂര്യ ഓഫീസിൽ പോയിട്ട് വരുന്നവരെ ഞാൻ ഭാവനയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. എന്താ? എന്നാ പിന്നെ മോൻ പോയിട്ട് വാ. മനസ്സ് നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? കണ്ടില്ലേ, ഭാവന സമ്മതിച്ചു. പിന്നെന്താ? ഭാവന, ഞാൻ വരുന്നവരെ മാനസ് തന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പോയിട്ട് വരട്ടെ. നീ ധൈര്യമായിട്ട് പോ മോനെ, ഞാനുണ്ടല്ലോ ഇവിടെ. ശരി അച്ഛാ. എന്നാ പോയി വേഗം റെഡിയാവ്. അപ്പോഴേക്കും ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ശരി.